ഈ കുളിയും കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ ഭക്ഷണം റെഡി ആയില്ല എന്നുണ്ടെങ്കിൽ ഞാനവിടെ പാടും. ഞാനൊരു പാട്ട് പാടും. അപ്പോൾ ആ പാട്ട് കേൾക്കുമ്പോൾ എൻ്റെ ഭാര്യ പറയും, വിശപ്പ് തുടങ്ങിയല്ലേ എന്ന് വയ്ക്കും. അപ്പോൾ വൈഫിൻ്റെ അമ്മയും പറയും, എടി വിളമ്പ് എടുത്തു വയ്ക്കി, മണിക്ക് വിശന്ന് തുടങ്ങിയെന്ന് പറഞ്ഞാൽ പാട്ട് തുടങ്ങുന്നുണ്ട്. അപ്പം എൻ്റെ മോള് പറയും, അമ്മയേ അച്ഛന് വിശക്കണ്ട് കേട്ടോ, അച്ഛൻ്റെ പാട്ട് തുടങ്ങി എന്ന് പറയും. അപ്പോൾ ഈ വിശപ്പിൻ്റെ ഒരു ചില സിഗ്നലുകളാണ് ഈ പാട്ടും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ. അങ്ങനെ വിശന്ന് ഒരുപാട് വിശപ്പ് ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഒരാൾക്ക് കോടിക്കണക്കിന് രൂപ കൊടുത്താലും അവൻ മതി എന്ന് പറയില്ല. പക്ഷേ അവന് തൃപ്തികരമായിട്ട് ഭക്ഷണം കൊടുക്കണമെങ്കിൽ അവൻ്റെ വയറ് നിറഞ്ഞ അവൻ പറയും, അയ്യോ മതി കേട്ടോ, എനിക്ക് മതി. അപ്പം മതി എന്ന് പറയുന്നത് അന്നദാനമാണ്. അന്നദാനം മഹാദാനം തന്നെയാണ്. എത്ര പാവങ്ങൾക്ക് അന്നദാനം കൊടുക്കുന്നു അത്രയും പുണ്യം കിട്ടും, നല്ലത് കിട്ടും. ഞാനൊരു സിനിമയിൽ വിശന്ന് വലിഞ്ഞിട്ട്, ദില്ലിമാല രാജകുമാരല്ലേ, വിശന്ന് സഹിക്കാൻ പറ്റണില്ല. എന്നിട്ട് ഞാനൊരു മൂലയ്ക്ക് ഇരിക്കങ്ങനെ ഒരു കണ്ണാടയൊക്കെ വെച്ചിട്ട്. അപ്പോൾ ജയറാമേട്ടൻ ചോദിക്കുന്നുണ്ട്, എന്താണ് നീ കണ്ണട വെച്ചേക്കണേ? എടാ വിശന്നിട്ട് കണ്ണ് കാണാൻ പറ്റില്ലടാ, അതുകൊണ്ട് കണ്ണട വെച്ചേക്കണ. അങ്ങനെ കുട്ടികൾ ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്തേക്ക് ഞാനും ജയറാമേട്ടനും കൂടി പോവുക. അപ്പോൾ ഈ കുട്ടികളുടെ അടുത്ത് ഇഷ്ടം പോലെ ഭക്ഷണം, പാലും കാര്യങ്ങളാണ്. കുട്ടികൾ തന്നെ കഴിക്കണില്ല. അപ്പം ഞാൻ ജയറാമേട്ടൻ ചോദിക്കുന്നുണ്ട്, മാമന്മാർ മനസ്സിലായോ നോക്കണം. ഞാൻ പറഞ്ഞ അങ്ങനെയല്ല, നീ എന്ത് ചോദിക്കണം, അതൊരു ബ്രാഹ്മണ സ്റ്റൈലിൽ ചോദിക്കണം. മേക്കൾക്ക് മേമന്മാർ മനസ്സിലായോ, നമുക്ക് ആ സീനൊന്ന് കണ്ടാലോ. അപ്പോൾ നമ്മൾ ആ സീൻ കണ്ടു. അതൊരു നല്ല എൻ്റെ ഒരു തുടക്കകാലമുള്ള സീനുകളാണ്. അതിനകത്ത് കിട്ടിയൊരു ആ സിനിമയിലാണ് ശ്രീമാൻ നാദൃഷ പറഞ്ഞിട്ടാണ് എൻ്റെ എന്നുള്ള ചിരി വന്നത്. ആ സിനിമയിലാണ് നാദൃഷ പറഞ്ഞാൽ ചിരിച്ചോ നന്നായിരിക്കും. അങ്ങനെ സേന സാറിൻ്റെ അടുത്ത് പറഞ്ഞു. സേന സാർ പറഞ്ഞു, കൊള്ളാല മണി, ഇതൊരു ചേഞ്ച് ആയിരിക്കും, നമുക്കത് ഇടാം, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ആ ചിരി അതിൽ ചിരിച്ചു. എനിക്ക് പ്രത്യേകിച്ച് ഈ ഭക്ഷണ കാര്യങ്ങൾ എന്ന് പറയാൻ കാരണം എനിക്ക് നന്നായിട്ട് കുക്ക് ചെയ്യണ കാര്യം വലിയ ഇഷ്ടമാണ്. എൻ്റെ ഏറ്റവും വലിയൊരു അഭിലാഷമാണ് ചാലക്കുടിയിൽ കലാഭവൻ മണിയുടെ ഒരു തട്ടുകട. അതായത് കലാഭവൻ മണി തട്ട്. അതിൽ കടയുടെ പേര് തന്നെ നാടൻ പാട്ടും നാടൻ തട്ടും. അത് ഇനി ആ പരിസരത്ത് എവിടെയെങ്കിലും നാടൻ പാട്ട് നാടൻ തട്ട് എന്ന് പറഞ്ഞിട്ട് കണ്ണാണ് കയറരുതിട്ടോ. എൻ്റെ ഫുൾ ഫോട്ടോ വെച്ചിട്ടുള്ളൊരു ഒരു ചെറിയ തട്ടുകട. അത് ചിലപ്പോൾ ഒരു ബസ്സിലായിരിക്കും. എനിക്കതിന് കുറേ ആഗ്രഹങ്ങളുണ്ട്. രാവിലെ തന്നെ നല്ല കുത്തരിയുടെ കഞ്ഞി, നല്ല മത്തിക്കറി, പിന്നെ അതേമാതിരി മുള്ളൻ വറുത്തത്, പിന്നെ വെജിറ്റേറിയൻ ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല ടൈപ്പിലുള്ള നല്ല പാല് പിഴിഞ്ഞ കറി, മാങ്ങക്ക നല്ല രസമായിട്ട് പാല് പിഴിഞ്ഞ് വയ്ക്കാൻ പറ്റും. അത്തരത്തിലുള്ള കറികളൊക്കെ കൊടുത്തിട്ട് കൂടുതൽ കാശ് മേടിക്കണ്ട, ക്വാണ്ടിറ്റി കുറച്ച് കൊടുത്താലും കുഴപ്പമില്ല. കാശ് കൂടുതൽ മേടിക്കുകയാണെങ്കിൽ ക്വാണ്ടിറ്റി കൂടുതൽ കൊടുക്കുക, കുറച്ചാണ് മേടിക്കുക അതനുസരിച്ച് കൊടുക്കുക. മനുഷ്യർ കഴിച്ചു പോകുമ്പോൾ ഇപ്പോഴും ഓർക്കണം, നല്ല നമ്മുടെ നാട്ടിലേക്ക് കൂർക്കുപ്പേരി ഭയങ്കര രസമാണ്. നല്ല എന്താ പറയുക, അതിനെ വെറുതെ ഇങ്ങോട്ട് വേവിച്ചെടുത്തിട്ട് അതിനെ നല്ല വെളുത്തുള്ളിയും ചുവന്നമുളകും കുത്തി അങ്ങോട്ട് ചതച്ചിട്ട് അവനോട് താളിച്ചിങ്ങോട്ട് ഒലത്തിങ്ങോട്ട് എടുക്കണം. ഭയങ്കര രസമാണത്. അതൊക്കെ കഞ്ഞിയുടെ കൂടെ കുടിച്ചാൽ ഭയങ്കര രസം. അപ്പം എൻ്റെ ഒരു അഭിലാഷമാണ് ഒരു തട്ടുകട തുടങ്ങുന്നത്. വലിയ 5 സ്റ്റാർ ഹോട്ടലൊന്നുമല്ല കേട്ടോ, ഒരു തട്ടുകട. അവിടെ നിങ്ങൾ മക്കളും എല്ലാവരും കൂടി വന്നിട്ട് സ്വസ്ഥമായിട്ട് സുഖമായിട്ട് മണിയുടെ നാടൻ പാട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. ഞാനില്ലാട്ടോ പാടാ, വേറെ ആരെങ്കിലും എൻ്റെ പാട്ട് പാടാൻ ഒരാളവിടെ ഉണ്ടാവും. വേറെ ചലച്ചിത്ര ഗാനങ്ങളായിട്ടൊന്നും ഉണ്ടാവില്ല, എൻ്റെ നാടൻ പാട്ടുകൾ മാത്രം. അത് വലിയ ഓർക്കസ്ട്ര ഒന്നും വെച്ചിട്ടായിരിക്കില്ല, വെറുതെ CD ഇട്ടിട്ട് ട്രാക്ക് ഇട്ടിട്ട് പാടുന്ന ഒരു. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് നേരം ഈ ഫുഡ് നിങ്ങൾക്ക് അവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ മീനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങൾ കാണിച്ചു കൊടുക്കുന്ന മീനെ പിടിച്ചിട്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാം. കുറച്ച് നേരം സമയം എടുക്കണേ, കാരണം ഇതിനൊക്കെ കുറേ നേരം വേണം. എനിക്ക് നിൽക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ എനിക്ക് സമയം കിട്ടണില്ല. എൻ്റെ വീട്ടിൽ തന്നെ ഞാൻ വല്ലപ്പോഴും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വല്ല ഞായറാഴ്ച ദിവസമാണ് ഞാൻ എൻ്റെ വീട്ടിൽ ചെല്ലാറ്. എൻ്റെ മോള് വരെ പറഞ്ഞേക്കണത്, മോള് കുഞ്ഞായിരിക്കുമ്പോൾ ഞാൻ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ എൻ്റെ കയ്യിൽ ഒരു പൊതി ഇറച്ചി ഉണ്ടാവും. അപ്പോൾ ഈ ഇറച്ചി പൊതിയായിട്ട് ചെല്ലുമ്പോൾ എൻ്റെ മോളുടെ ധാരണ, ഇയാൾ ഞായറാഴ്ച ദിവസങ്ങളിലുള്ള വരണേ, അപ്പോൾ ഇവിടുത്തെ ഇറച്ചി സപ്ലൈ ചെയ്യണ ആളാണോ? അപ്പം എൻ്റെ മോള് കുറേ വലുതായപ്പോൾ എൻ്റെ മോള് എൻ്റെ വൈഫിൻ്റെ അടുത്ത് പറയാ, അമ്മേ ദേ ഇറച്ചിക്കാരൻ വന്നിരിക്കണു. എനിക്കത് കേട്ടപ്പോൾ ഒരു ചിരിയാ തോന്നിയത്. കാരണം അങ്ങനെയുള്ള ഫലിതങ്ങളും ജീവിതത്തിൽ അനുഭവിക്കുന്നത് ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മുടെ വീട്ടിൽ തന്നെ നമ്മളെ ആരാണെന്ന് പോലും മനസ്സിലാക്കാതെ കുഞ്ഞായിരിക്കുമ്പോഴല്ല, കുഞ്ഞു കുട്ടിയായിരിക്കുമ്പോഴാണ്. അതിനെ പിന്നെ ഞാൻ എൻ്റെ മകൾക്ക് വേണ്ടിയിട്ട് കലാകാരി ആവാനോ അല്ലെങ്കിൽ മിമിക്രി കാണിക്കാനോ പഠിപ്പിക്കാനോ ഒന്നും ചെയ്തിട്ടില്ല. ഒരു കുട്ടിയുടെ ഒരു മനസ്സ് മനസ്സിലാക്കുന്നത് നമ്മൾ തീരെ പനിയായിട്ട് കിടക്കുമ്പോൾ എൻ്റെ മോള് വന്ന് നെറ്റിയിൽ ഇതൊക്കെ നനച്ചിട്ട് തരും, അതേമാതിരി ചായ കൊണ്ടുതരും, നമുക്ക് ഭക്ഷണം വിളമ്പി തരും. ഭക്ഷണം എന്നൊക്കെ ഒരു സ്പൂണിൽ ഇത്ര ഉള്ളൂ, അവളെ സംബന്ധിച്ചിടത്തോളം വലിയതാണ്. അപ്പം ഈ അച്ഛനെ സ്നേഹിക്കുന്നത് ഏറ്റവും കൂടുതൽ പെൺകുട്ടികളായിരിക്കും. ഞാൻ കുരങ്ങനെ നന്നായിട്ട് ഇമിറ്റേറ്റ് ചെയ്യും.
കുരങ്ങനെ ഇമിറ്റേറ്റ് ചെയ്യുമെന്ന് പറയാൻ കാരണം ഊട്ടിയിൽ ജയറാമേൻ്റെ ഒരു പടം ഷൂട്ടിങ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഞാനിത് ഓപ്പണായിട്ടാണ് കേട്ടോ പറയണത്, ഒന്നും മറച്ചു വെച്ചിട്ടുള്ള കാര്യങ്ങളല്ല പറയണത്. ഇപ്പം ഞങ്ങൾ അവിടെ നിന്ന് വരുമ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ കുറേ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പം അതിൽ കുറച്ച് സ്വല്പം മദ്യം കഴിക്കുന്ന ആൾക്കാരുണ്ട്, അല്ലാത്തവരുണ്ട്, ഒരു മൂന്നാൾ അതില്ലാത്ത ആൾക്കാരുണ്ട്. അങ്ങനെ ആ ഊട്ടിയുടെ സൈഡിൽ ഞങ്ങൾ വിറകൊക്കെ വെട്ടി തീയൊക്കെ ഇട്ട് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഇവരെല്ലാവരും സ്മോള് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കുരങ്ങ് എവിടെ നിന്നാണെന്നറിയില്ല ഇങ്ങനെ വന്നേക്കാ. എന്താ പരിപാടി എന്ന് ചോദിക്കണം അങ്ങനെ എടുത്ത്. അപ്പം എൻ്റെ ഒരു കൂട്ടുകാരൻ എന്ത് ചെയ്തു, അവിടെ ഈ കരിക്ക് വെട്ടിയിട്ട് ഇത് കിടക്കണ്ടായിരുന്നു. ആ കരിക്കിൻ്റെ ഉള്ളിൽ ഒരു 2 ബിസ്ക്കറ്റും അവൻ കഴിച്ചിരുന്ന ഇത്തിരി മദ്യം കൂടി അതിൽ വെച്ചിട്ട് അവിടെ വെച്ചു കൊടുത്തു. ഈ സാധനം വന്ന് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കൈയിട്ടു. കുരങ്ങിനൊരു പ്രത്യേകത ഉണ്ട്, എന്തെങ്കിലും കിട്ടി കഴിഞ്ഞാൽ പിന്നെ അവൻ വിടില്ല. അങ്ങനെയാണ് ഈ പാമ്പും ചത്തുപോണ് കുരങ്ങും ചത്തുപോണ്. അങ്ങനെ ഇത് എടുത്തിട്ട് കുരങ്ങെടുത്തിട്ട് ഇത് മണപ്പിച്ച് നോക്കി. മണപ്പിച്ചപ്പോൾ ഭയങ്കര മദ്യത്തിൻ്റെ മണം. അപ്പോൾ ഈ കുരങ്ങ് നശിപ്പിച്ചില്ലടാ എന്നുള്ള രീതിയിലാണ് നോക്കിയത്. അങ്ങനെ ആ സൈഡിലിട്ട് ഇങ്ങനെ ഒരച്ച് ഒന്നുകൂടി മണത്തേക്ക് കുറച്ച് കുറവുണ്ടെന്ന് വേണം. അങ്ങനെ ഇത് കഴിച്ച് ഈ കുരങ്ങ് ഫിറ്റായി. കുരങ്ങ് പറ്റായിട്ട് അവിടെ നിങ്ങൾ കഴിച്ചോ ബൈക്കാരി ഞാൻ നോക്കിയോളാം. ഒരെണ്ണം കൂടി കിട്ടാൻ വല്ല വഴുപ്പുണ്ടോ? അങ്ങനെയൊക്കെയായി. അത് കഴിഞ്ഞപ്പോൾ വേറൊരു കുരങ്ങ് അവിടെ നിന്ന് നടന്നു വരാം. അപ്പം ഈ കുരങ്ങനെ ഇത് ഞാൻ നോക്കിക്കോളാം. നിങ്ങൾ കഴിച്ച് പിറ്റേ ദിവസം അവിടെ നിന്ന് ഷൂട്ടിങ്ങിന് ഞാൻ തിരിച്ചു പോകുമ്പോൾ ഇതേ കുരങ്ങ് ഒരു മരച്ചില്ലിരിക്കുക. തലവേദന എടുത്തിട്ട് ഇന്നലെ അടിച്ച സാധനത്തിൻ്റെ ഹാങ് ഓവർ എന്നെ നോക്കിയിട്ട് പറയാം വില കുറഞ്ഞ സാധനം കൊണ്ട് തന്നിട്ട് മനുഷ്യന്. അപ്പം അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. അതിന് ഈ മൃഗങ്ങളെ പറ്റി പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ കരടി എന്ന് പറഞ്ഞ സിനിമ, ആ കരടിയായിട്ട് വേഷം വിട്ടിട്ട് കുറേ രംഗങ്ങളുണ്ട്. അതിനകത്ത് കരടി സിഗരറ്റ് വലിച്ചിട്ട് വരുന്നു റോട്ടിൽ കൂടെ. എന്നിട്ട് ഈ കരടി അതിനകത്തൊരു ഒറിജിനൽ കരടി പുറത്തു പോയി. ആ കരടിക്ക് വേണ്ടിയിട്ട് പകരം വേഷം ഇട്ടിട്ട് ഞാൻ കിടക്കണം. അങ്ങനെ കരടി പാട്ടും പാടി സിഗരറ്റ് വലിച്ചു വരുമ്പോൾ വേറൊരാൾ കണ്ടിട്ടുണ്ടാവണ അവസ്ഥ എന്തായിരിക്കും? ഈ മൃഗങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഒരു കുറേ നാളുകൾക്ക് ശേഷം ഒരു പടത്തിൽ അഭിനയിച്ചാണ്. ഗാർഡ് എന്നാണ് പടത്തിൻ്റെ പേര്. അത് പറമ്പിക്കുളത്താണ് ഷൂട്ടിങ് നടക്കുന്നത്. അതിലിപ്പോഴും ഞാൻ ഓർക്കേണ്ടതാണ്. പറമ്പിക്കുളത്ത് ഇതേമാതിരി ഒരു തേക്കിൻ്റെ 3 തേക്കിൽ നിർത്തുന്ന ഒരു കോട്ടേജ്. ആ കോട്ടേജിലാണ് ഞാൻ താമസിച്ചിരുന്നത്. അവിടെ ചെന്നപ്പോൾ ആദ്യം അവിടുത്തെ ഫോറസ്റ്റ് ഓഫീസേഴ്സൊക്കെ പറഞ്ഞത്, മണി വണ്ടി പുറത്തിടരുത്, ആന വരും, പിന്നെ കരടി ഇറങ്ങുന്ന സ്ഥലമാണ്. അതോടുകൂടി തന്നെ നമ്മുടെ ഏതൊക്കെ രീതിയിൽ പോകാൻ പറ്റും അതൊക്കെ പോയി. പിന്നെ പറഞ്ഞു ഡോറ് സൂക്ഷിക്കണം എപ്പോഴും. അപ്പം ഈ ഇതൊക്കെ മൃഗങ്ങൾ കയറാണ്ടിരിക്കാൻ വേണ്ടി ഈ മരത്തിന് ചുറ്റും ഇങ്ങനെ തകരപ്പാട്ട കെട്ടിരിക്കുക. അത് വിട്ടു. ഈ കരടിക്കൊരു പ്രത്യേകത ഉണ്ട്. നിങ്ങൾ ഇനി ഏത് സ്ഥലത്ത് പോയിട്ട് കരടി ഓടിക്കുകയാണെങ്കിലും വണ്ണം കുറഞ്ഞ മരത്തിൽ ഓടി കയറുക. ഏറ്റവും വണ്ണം കുറഞ്ഞ മരത്തിൽ, ഏറ്റവും വണ്ണം കൂടിയ മരത്തിൽ ഓടി കയറിയാൽ കരടി തട്ടും, നമ്മൾ പോകും. കാരണം കരടിയുടെ കൈ ഇത് വിട്ടിട്ട് ഇങ്ങോട്ട് കൂടില്ല, ഇങ്ങനെ ഇരിക്കുള്ളൂ. അപ്പോൾ ഇങ്ങനെ കയറുള്ളൂ. അതുകൊണ്ടാണ് ഒരു മുൻകരുതലായിട്ട് പറഞ്ഞു എന്ന് കൂട്ടിയാൽ മതി. ഒരു മൃഗങ്ങളായിട്ട് അടുത്ത് ബന്ധമുള്ളൊരു മൃഗം പറഞ്ഞെന്ന് കൂട്ടിയാൽ മതി. അപ്പം അവിടെ കാട്ടിൽ താമസിക്കുമ്പോൾ രാവിലെ അവിടെ ചെന്നന്ന് ഇങ്ങനത്തെ ഒരു സംഭവങ്ങളൊക്കെ പറഞ്ഞു. എൻ്റെ കൂടെ ഒരു പയ്യനായി പീറ്റർ എന്ന് പറഞ്ഞ പയ്യൻ. അന്ന് എനിക്ക് സെന്ന് മാരുതി കാറാം. ഈ വണ്ടി അവിടെ കൊണ്ട് നിർത്തിയപ്പോൾ അവിടുത്തെ ഓഫീസർ പറഞ്ഞു, നിങ്ങൾ താമസിക്കുന്ന ഇതിൻ്റെ കോട്ടേജിൻ്റെ റൈറ്റ് സൈഡിലെ സ്വിച്ച് ഇടരുത്, ഇട്ടാൽ ഇവിടുത്തെ കറണ്ട് മൊത്തം പോകും. എന്നും ഈ ഫീസ് അടിച്ച് പോലെ പരിപാടി. അത് ഇടില്ല സാർ, ഞങ്ങളത് ഇടാണ്ട് നോക്കിക്കോളാം. പിന്നെ കാറ് ഇവിടെ ഇടരുത്, കയറ്റി ഇടണം. ഓ പിന്നെന്താ സാർ, ഇട്ടോളാം. ഇതൊക്കെ ചെയ്ത് ഞാൻ ഇറങ്ങി, വണ്ടി ലോക്ക് ചെയ്തു, ഇറങ്ങി ക്ലീനായി. ആ റോഡ് സൈഡിൽ തന്നെ വണ്ടി ലോക്കായതുകൊണ്ട് കുഴപ്പമില്ല. റൂമിൻ്റെ ചാവിയും ഈ കാറിൻ്റെ അകത്താണ്. അവിടെ നിന്നേ പ്രശ്നം തുടങ്ങി കാട്ടിൽ വെച്ച്. പിന്നെ യൂണിറ്റ് അംഗങ്ങൾ ചിത്രാഞ്ജലിയിലെ എല്ലാ സുഹൃത്തുക്കളും കൂടി അതിൻ്റെ ഉള്ളിൽ കുടയുടെ കമ്പിയൊക്കെ ഇട്ട് ലോക്ക് തുറന്ന് ചാവി എടുത്ത് തുറന്ന് ഇടരുതെന്ന് പറഞ്ഞ സ്വിച്ച് ആദ്യം പോയി ഇട്ടു. കറണ്ടും പോയി. നല്ല സുഖം കാടിനകത്ത്. പേടിച്ച്. പിന്നെ ആ ബാത്റൂമിൽ നമ്മൾ കിടക്കുമ്പോൾ, ബാത്റൂമിലല്ല റൂമിൽ കിടക്കുമ്പോൾ ഈ ബാത്റൂമിൽ ഇടയ്ക്ക് അറിയാതെ ഫ്ലഷ് ചെയ്യും. ഇതൊരു അരമണിക്കൂർ പഞ്ചവാദ്യം പോലെ. ഉറങ്ങിയിട്ടില്ല. വെളുപ്പിന് ഷൂട്ടിങ്ങിന് പോയി. സാലു സാറ് ലൊക്കേഷനൊക്കെ നോക്കി, ക്യാമറ ഒക്കെ വെച്ച് ഇങ്ങനെ നോക്കി. സാലു സാറ് ക്യാമറ ഒക്കെ എടുത്ത് നോക്കി. ക്യാമറ മോളി വന്നിട്ട് സാലു സാറ്
ഓട് എന്ന് പറഞ്ഞു. എല്ലാവരും ഓടാൻ പറഞ്ഞു. എൻ്റെ സോപ്പും പെട്ടി പോലത്തെ കാറ് എങ്ങനെ തിരിഞ്ഞു എന്ന് എനിക്കറിയില്ല. ഇത് പറഞ്ഞാൽ വിശ്വസിക്കുമെന്ന് അറിയില്ല. പക്ഷെ ആ ലൊക്കേഷനിലുണ്ടായ എല്ലാ ആൾക്കാർക്കും വിശ്വസിക്കാം. ഒരു മരച്ചില്ലേല് ഒരു പുലി കിടക്കാം. ഏത് പടത്തിന്റെ ഷൂട്ടിങ്ങാ? കലാപം പണിയാ നടക്കട്ടെ. ഇങ്ങനെ ഒരു റിയാക്ഷൻ കൊടുത്തിട്ട് വണ്ടിയും കൊണ്ട് അവിടെ നിന്ന് ജീവനും കൊണ്ടൊരു പോകും. ഒരു ഗൾഫ് ഷോയുടെ CD പുറത്തിറങ്ങിയിട്ടാണ് ഇന്ന് ഈ കലാഭവൻ മണി ഒരു സിനിമാ നടനായിട്ട് ഇവിടെ വന്നിരിക്കാനുള്ളൊരു എന്താ പറയുക യോഗ്യത ഉണ്ടായെന്ന് പറയാം. കാരണം ഏതൊരു ഷോ കണ്ടിട്ടാണ് ഞാൻ ഈ നേരത്തെ പറഞ്ഞ കുടിയൻ്റെ ഒരു ഐറ്റം കളിച്ചായിരുന്നു. അത് സുന്ദര സാറ് കാണുകയും അവർക്ക് ഇഷ്ടമാവുകയും അങ്ങനെ ലോയി സാറ് വിളിച്ച് ലോയി സാറ് എന്നെ കൊണ്ട് നടന്ന് കാണിക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ ഈ കുടിയന്മാർ നടക്കുമ്പോൾ അവരുടെ ഈ ബാക്ക് കൊണ്ട് ഒരു ക്ലിക്കിങ് ഒരു ചെറിയൊരു ട്വിസ്റ്റ് കാണിച്ച് പോക്കുണ്ട്. അത് കണ്ടപ്പോൾ ആൾ പറഞ്ഞു കൊള്ളാം, മതി, ഇയാളെന്നെ മതി എന്ന് പറയും. പക്ഷെ അത് എനിക്ക് ഓർമ്മ വന്നത് അന്ന് സ്കൂളൊക്കെ തോറ്റ് 10ാം ക്ലാസ് ബിരുദമൊക്കെ എടുത്ത് നല്ല ഹാപ്പി ആയിട്ട് നിൽക്കുക. ആ നിൽക്കുമ്പോൾ രണ്ടനുഭവം ഉണ്ടായി. ഒന്ന്, എന്നെ തേടി എൻ്റെ ജീവിതത്തിൽ ഇന്നവരെ ഒരു എഴുത്ത് വന്നിട്ടില്ല, എഴുത്തേ വന്നിട്ടില്ല. അപ്പോൾ പരീക്ഷ കഴിഞ്ഞ് 10ാം ക്ലാസ് എക്സാം കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നിരിക്കുക. വന്നേക്കുമ്പോൾ എൻ്റെ അമ്മ പറയുന്നുണ്ട്, മണിക്ക് എഴുത്ത്. അപ്പോൾ പോസ്റ്റ്മാൻ വിളിച്ചു പോകുന്നുണ്ട്, കുന്നശ്ശേരി രാമൻ മകൻ മണിക്ക് എഴുത്ത് വന്നേക്കണ്. എൻ്റെ പൊന്നെ, എൻ്റെ അമ്മ പറഞ്ഞു മോൻ 10ാം ക്ലാസ് പരീക്ഷ എഴുതി പഠിക്കും. എൻ്റെ മോൻ 10ാം ക്ലാസ് പരീക്ഷ എഴുതി കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോഴേക്കും ജോലിക്കുള്ള കടലാസ് വന്നു. ചേട്ടന് സന്തോഷം, ചേച്ചിക്ക് സന്തോഷം, എല്ലാവർക്കും സന്തോഷം. അങ്ങനെ ഞാൻ പരീക്ഷ കഴിഞ്ഞ് വന്നിട്ടുള്ളൂ. അങ്ങനെ ഞാൻ ഈ കാർഡ് വെച്ച് നോക്കിയിട്ടാ. അപ്പം അതിൽ എഴുതിക്ക, വെൽക്കം ടു അമറ്റി കോളേജ്, തോറ്റവർക്കായിട്ടുള്ള ക്ലാസ്സുകൾ ഉടൻ ആരംഭിക്കുന്നു എന്ന്. ഞാൻ പരീക്ഷ എഴുതി കഴിഞ്ഞപ്പോഴേക്കും അവർക്കറിയാം ഇത് കഴിഞ്ഞ് പോക്കാന്ന്. അങ്ങനെയാണ് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് എനിക്കൊരു എഴുത്ത് വരുന്നത്. ആ എഴുത്തൊക്കെ ഇപ്പോഴും ഓർക്കാം ഞാൻ. അങ്ങനെ തിരിച്ച് പിന്നീട് എഴുത്ത് വന്നത് ഇങ്ങനെ ഒരു CD പുറത്തിറങ്ങിയതിന് ശേഷം. അങ്ങനെയാണ് ഇങ്ങനെ കലാഭവൻ മണി നന്നായിരിക്കുന്നു, നിങ്ങളുടെ ഇത് ഗൾഫിൽ നിന്നും അങ്ങനെ ഒരുപാട്. ആ ഗൾഫിൽ പോയ അനുഭവങ്ങളുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, എന്നാലും ഞാൻ പറയാണ്. എനിക്ക് ഓരോ രാജ്യങ്ങളിൽ ചെല്ലുമ്പോൾ ഭാഷയ്ക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവാറില്ല. കാരണം ഭാഷ എനിക്കൊരു പ്രശ്നമല്ല. കാരണം എനിക്കൊരു ഭാഷ അറിയില്ല. അതാണ് എൻ്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. അങ്ങനെ ഞാൻ അവിടെ ചെന്നപ്പോൾ ഞാൻ നാദിർഷ ദിലീപ്, അതായത് ദിലീപിൻ്റെ ഭാര്യ, നാദിർഷയുടെ ഭാര്യ, ഞാൻ എൻ്റെ സ്വന്തം ഭാര്യ, എല്ലാവരും കൂടി ഇങ്ങനെ വരിയിൽ നിൽക്കണ്ട. അപ്പോൾ ഈ വരിയിൽ നിൽക്കുമ്പോൾ അറബി എന്തെങ്കിലും ചോദിച്ചാലോ? അപ്പോൾ ഞാൻ നാദിർഷയോട് പറഞ്ഞു, നാദിർഷ നീ മാത്രം ഫ്രണ്ടിൽ നിൽക്ക്, അറബി അസ്ലാം അലൈക്കും എന്ന് പറഞ്ഞ് നീ വലൈക്കും ഇസ്ലാം എന്നെല്ലാം പറയാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. അങ്ങനെ ദിലീപ് പറഞ്ഞിട്ട് നാദിർഷ പറഞ്ഞു, അത് ഞാൻ ഹാൻഡിൽ ചെയ്തോളാം, നിങ്ങൾ ബാക്കിൽ നിന്നോ, അറബിയൊക്കെ ഞാൻ വളരെ നന്നായിട്ട് ഇതാക്കും മറിക്കോ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും വരിയിൽ ഇങ്ങനെ നിൽക്കുക. നാദിർഷയുടെ വിസ നോക്കിയിട്ട് ഈ അറബി ചോദിച്ചു, ഈ ഇത് അറബി വലഹത്തമാഫിയായി അവനെ പിടിച്ച് അപ്പുറത്തേക്ക് മാറ്റി നിർത്താൻ പറഞ്ഞു. എന്നിട്ട് ദിലീപിൻ്റെ ദിലീപിൻ്റെ അടുത്ത് വെച്ചു ലസറഹാഹിം വഫായി. ദിലീപ് പറഞ്ഞു അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഇതിക്ക് മുമ്പെന്ന്. ഹമീഫ്രഹായി അവനും പിടിച്ച് മാറ്റി നിർത്താൻ പറഞ്ഞു. അടുത്ത് ഞാനാ, എന്നെ കണ്ടപ്പോഴേ അറബിക്ക് ഒരു കള്ള ലക്ഷണം ഫീൽ ചെയ്യുന്നുള്ള. എൻ്റെ അടി മുതൽ മോള് വരെ നോക്കിയിട്ട് അറബി എന്നോട് ചോദിച്ചു ലസറദി മഫ്രാഹായി. ഞാൻ പറഞ്ഞു വലത്തിർഹത്ത മഫ്രാഹത്തി. വിസ അടിച്ചു തന്നു, എനിക്ക് വിസ അടിച്ചു തന്നു. ഞാൻ പറഞ്ഞു വേറൊന്നല്ല, വല്ല നൂർത്തിനെ ശരിയാക്കി തായോ. മീറ്റർ കറക്റ്റാ, ഞാൻ പറഞ്ഞ മീറ്റർ കറക്റ്റാ. അതുകൊണ്ട് എനിക്ക് വിസ കിട്ടി. ഞാൻ എൻ്റെ ഭാര്യനും മരിച്ചതിൻ്റെ വിസയും കൊണ്ട് പോകുമ്പോൾ ദിലീപ് ഈ അറബി താടിക കൊടുത്തിരിക്കുന്നത് എന്ത് പണ്ടാറാണ് ഇപ്പം പറഞ്ഞത്. അറബിയുടെ ധാരണ ഞാൻ കാട്ടറബിയാന്നാ. കൊണ്ടുപോകുമ്പോൾ ദിലീപ് ചോദിക്കുക, എടാ നീ എന്താ പറഞ്ഞ, നീ പോയ ഞാൻ എൻ്റെ പെണ്ണിനും കൊണ്ട് എവിടെയെങ്കിലും പോട്ടെ എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ പെണ്ണിനും കൊണ്ടുപോയി. അങ്ങനെയാണ് ഞാൻ എൻ്റെ ഹണിമൂൺ ആഘോഷിക്കാൻ പോയ സ്ഥലങ്ങളത് അവിടെ ഹണിമൂണായി ഇങ്ങനെ ചെറിയ പ്രശ്നം കൊണ്ട്. പിന്നെ അങ്ങനെ ഓരോ അനുഭവങ്ങളും. പക്ഷേ യൂറോപ്യൻ കൺട്രിയിൽ പോയപ്പോഴും ഞാൻ ഒന്നിനും നിന്നില്ല. കാരണം ഞാൻ അന്തസ്സായിട്ട് തന്നെ ഇംഗ്ലീഷ് മറ്റേ സായിപ്പിൻ്റെ അടുത്ത് സംസാരിച്ച അന്തസ്സായിട്ട് ഒരു തടസ്സമില്ല, ഒരു ഒന്നും കൂടാണ്ട് ഞാൻ ഇംഗ്ലീഷ്, ഞാനും സായിപ്പും കൂടി നല്ല കീടലായിട്ട് കലക്കി. സായിപ്പ് ഇംഗ്ലീഷ് പറഞ്ഞു, ഞാൻ മലയാളത്തിൽ പറഞ്ഞു, അവൻ്റെ ഭാഷ പറഞ്ഞു, ഞാൻ എൻ്റെ ഭാഷ പറഞ്ഞു. അപ്പം എനിക്ക് മനസ്സിലായി സായിപ്പിന് മലയാളം അറിയില്ല, അതുകൊണ്ട് പാവം എന്തെങ്കിലും ആയിക്കോട്ടെ രക്ഷപ്പെട്ടോട്ടെ. സായിപ്പിൻ്റെ മുഖത്ത് റിയാക്ഷൻ ഉണ്ട്, ഇംഗ്ലീഷ് അറിയില്ലല്ലോ. ഞാൻ പറഞ്ഞു നമുക്ക് അവിടെ ചെന്നാലും നമ്മുടെ ഭാഷ നമുക്ക് അന്തസ്സായിട്ട് സംസാരിക്കാം, ഒരു പ്രശ്നമില്ല. അതിനെക്കുറിച്ച് നമുക്ക് ചമ്മൽ വരുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാവുന്നത്. അല്ലെങ്കിൽ കുഴപ്പമില്ലല്ലേ, ഒരു പ്രശ്നമില്ലല്ലോ. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ മിമിക്രികളിലേക്ക് പോകുമ്പോൾ
എല്ലാ നടന്മാരും എല്ലാ ആർട്ടിസ്റ്റുകളും കൂടി സ്റ്റേജ് പെർഫോം ചെയ്യുമ്പോൾ ഒരു പ്രത്യേക മൂഡാണ്. കാരണം സിനിമയിൽ നിന്ന് സ്റ്റേജിൽ ഇവരെല്ലാവരും സ്റ്റേജ് ആർട്ടിസ്റ്റായിട്ട് പെർഫോം ചെയ്യണം. വാഴല പൊട്ടിച്ച് പാപ്പുണ്ടാക്കണുമാ. കൈ കാലിക്ക് എന്നാ പ്രശ്ന ആണോ? அதுக்கு என்ன வேணும்? ஆஸ்பத்திரி போனால் எவ்வளோ பணம் வேணும்? 100 രൂപ പോതുമോ 200 രൂപ പോതുമോ? ദുരിതങ്ങളുടെ കനൽ വഴികളിലൂടെയാണ് കലാഭവൻ മണി വെള്ളിത്തിരയുടെ സുഖശീതളമയിലേക്ക് നടന്നെത്തിയത്. മണിയെ വിജയത്തിലേക്ക് എത്തിച്ചത് കഠിനാധ്വാനത്തിന്റെ കരുത്തും പ്രതിഭയുടെ പുൽക്കൊടികൾക്കിടയിലെ ഇത്തിരിവെട്ടത്തു നിന്നും സിനിമയുടെ ആകാശത്ത് പൂർണ്ണ ചന്ദ്രനായി ജ്വലിക്കുമ്പോഴും മണി കടന്നുവന്ന വഴികൾ മറന്നില്ല. സ്നേഹിച്ചവരെയും സഹായിച്ചവരെയും വിസ്മരിച്ചില്ല. ഇന്നും തന്റെ മുന്നിൽ കൈനീട്ടിയെത്തുന്നവരെ മണി നിർലോഭം സഹായിക്കും. അവരുടെ സങ്കടങ്ങൾക്കും പരിദേവനങ്ങൾക്കും മുന്നിൽ കരുണ വഴിയുന്ന ഒരു കൂടപ്പിറപ്പിനെ പോലെ കാതുകൂർപ്പിച്ച് നിൽക്കും. അർഹതയുള്ള ഒരാളും മണിയുടെ മുന്നിൽ നിന്നും നിരാശയോടെ മടങ്ങിപ്പോകാറില്ല. നമുക്ക് ഒരാളെ വിട്ടിട്ടേ മേടിക്കാം. നല്ല പൈസ മതിയോ? അതാവുമ്പോ കാര്യങ്ങൾ കുറെ നടക്കില്ലേ അല്ലേ? പൈസ ആവുമ്പോ മേലൂരല്ലേ വീട്? പണ്ടിവിടെ പണിക്കൊക്കെ വന്നിട്ടില്ലേ? ചാലക്കുടിയിലെ മണിക്കൂടാരം അശരണരുടെയും ആലംബഹീനരുടെയും കരുണാലയമാണ്. അഗതികൾക്കും രോഗികൾക്കും മണി ഹൃദയമുരുകിയുള്ള പ്രാർത്ഥനയ്ക്കൊടുവിലെത്തിയ നന്മയുടെ ആൾരൂപമാണ്. മണി വീട്ടിലുണ്ടെങ്കിൽ മണിക്കൂടാരത്തിന് മുന്നിൽ സഹായാർത്ഥികളുടെ നീണ്ട നിരയാണ്. എല്ലാവരെയും മണി കാര്യങ്ങൾ ആരായും സഹായിക്കും. കലാകാരൻ കാണികളുടെ കയ്യെത്താ ദൂരത്തെ നിൽക്കാവൂ എന്ന ചിട്ട കാറ്റിൽ പറത്തിക്കൊണ്ട് ചേറും കരിയും പുരണ്ട പാവങ്ങൾക്കൊപ്പം ആഹ്ലാദങ്ങൾ പങ്കിടാൻ മണി മടിക്കാറില്ല. സിനിമയുടെ വർണ്ണപ്പകിട്ടുകളിൽ നിന്നും ചാലക്കുടിയുടെ ഹരിതാഭകളിലേക്ക് തിരിച്ചെത്തുന്നതോടെ ചമയങ്ങൾ അഴിച്ചുവെച്ച് മണി കളങ്കമില്ലാത്ത പച്ച മനുഷ്യനായി മാറുന്നു. മുണ്ടുമാടിക്കുത്തി ചുണ്ടിലൊരു മൂളിപ്പാട്ടുമായി നാട്ടുകാരുടെയും കൂട്ടുകാരുടെയും ഇടയിൽ അവരിലൊരാളായി ഒരു ചാലക്കുടിക്കാരനായി മണി കളിച്ചു തിമിർക്കുന്നു.